നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തിയറി ഒന്നുമല്ല. നമുക്കൊരു ബുക്ക് വായിച്ച് പഠിച്ച് ജീവിക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ വിജയം എന്ന് പറയുന്നതും ഒരു തിയറി അല്ല. നമ്മളൊരു ബുക്ക് വായിച്ചിട്ട് നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റത്തില്ല. പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ലൈഫിനെ എപ്പോഴും യാഥാർത്ഥ്യബോധത്തോടെ എങ്ങനെയാണത് ഒരു കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ലൈഫിനെ എടുത്ത് മുന്നോട്ട് പോകാൻ നോക്കുക. അതായത് ലൈഫിനെ നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവാക്കി എടുക്കാൻ നോക്കുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാൽക്കുലേറ്റഡ് റിസ്ക് എല്ലാം എടുക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി എന്നുള്ള ലെവലിൽ നിന്ന് ഒരു പുരുഷനിലേക്കും ഒരു സ്ത്രീയിലേക്കും മാറാൻ നോക്കുക. കാരണം ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. നിങ്ങളിപ്പോൾ ഒരാളെ നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചു എന്നോർത്തുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. ലൈഫ് എന്ന് പറയുന്നത് ഹാർഡാന്നുള്ള രീതിയിൽ തന്നെ എടുത്ത് മുന്നോട്ട് പോകാൻ നോക്കുക. യാതൊരു ഉപകാരമില്ലാത്ത വ്യക്തികളുടെ കൂടെ വെറുതെ കറങ്ങി നടന്ന് സമയം കളയാണ്ടിരിക്കുക. വെറുതെ അവരുടെ കൂടെ ഇരുന്നിട്ടുള്ള ആളുകളെ കുറിച്ച് കുറ്റവും അല്ലെങ്കിൽ നെഗറ്റീവും പറഞ്ഞിട്ട് ജീവിച്ച് പോകാതിരിക്കുക. നമ്മുടെ ഊർജം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ആ എനർജി ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല അടിപൊളി ബോഡി ഉണ്ടാക്കിയെടുക്കാം. ആ എനർജി ഉപയോഗിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതിനെ നിങ്ങൾ വെറുതെ മറ്റുള്ള നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ആളുകളിലേക്ക് ആ എനർജി കൊടുത്തിട്ട് നമ്മുടെ എനർജിയെ വേസ്റ്റ് ആക്കാതിരിക്കാൻ നോക്കുക.